നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വധശിക്ഷ തന്നെ നൽകണമെന്നാണ് ആവശ്യം. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വാദം തുടരുന്നത്. അനന്തകൃഷ്ണൻ ചേരുന്നു. വിവരങ്ങൾ നൽകാൻ. അനന്തൻ, നാടിനെ നടുക്കിയ സംഭവത്തിൽ അപൂർവമായ ആ കേസിനെ കാണണമെന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടുന്നത്. പരമാവധി ശിക്ഷ തന്നെ നൽകണം. അതിന്റെ സാഹചര്യങ്ങൾ എന്തൊക്കെ കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്? അനന്തൻ. പ്രതീഷ്, നന്ദൻകോട് കൂട്ടക്കൊല കേസിൽ പ്രതി കേതൽ ജെൻസൺ രാജയ്ക്ക് ശക്തമായ ശിക്ഷ വേണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് പ്രതി കേതൽ കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയത്. ഇന്ന് ശിക്ഷയിന്മേലുള്ള വാദമാണ് നടക്കുന്നത്. 11 മണിക്ക് തന്നെ കേസ് എടുത്തു. പ്രോസിക്യൂഷന്റെ വാദമാണ് ആദ്യം നടക്കുന്നത്. ഇതിൽ പ്രോസിക്യൂഷൻ പറഞ്ഞത് ഒരു കുടുംബത്തിലെ 4 പേരെയാണ് കേതൽ കൊലപ്പെടുത്തിയത്, അതും സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയെയും അടക്കം. അപ്പോൾ പ്രതി യാതൊരു വിധത്തിലുള്ള കരുണയ്ക്കും അർഹനല്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് മാനസാന്തരം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ല. അപ്പോൾ തക്കതായ ശിക്ഷ, അത് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണം എന്നുള്ള ഒരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇയാൾക്ക് ഈ കൊലപാതകം നടത്തുന്നതിന് കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു പെട്ടെന്നുള്ള മാനസികമായ പ്രശ്നത്തിൻ്റെ പേരിൽ ചെയ്തതല്ല. പ്രതിക്ക് ഈ കൊലപാതകത്തിന് മുൻപും ശേഷവും മാനസിക പ്രശ്നങ്ങളില്ല എന്ന് മെഡിക്കൽ ബോർഡ് തന്നെ കോടതിയിൽ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രശ്നവുമില്ലാതെ സ്വബോധത്തോടെ കൃത്യമായ ആസൂത്രണത്തോടെ ഒരു കുടുംബത്തിലെ 4 പേരെ കൊന്ന ഹീനമായ കൃത്യമാണ് പ്രതി ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമാകുന്നതെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ മാതാപിതാക്കൾക്കും സഹോദരിക്കൊപ്പം കേതൽ കൊലപ്പെടുത്തിയത് ബന്ധുവായ, അതായത് കേതലിന്റെ അമ്മുമ്മയുടെ സഹോദരിയായ വൃദ്ധയായ ലളിത ജെയിനെയാണ്. ലളിത ജെയിനിന് കാഴ്ചശക്തിയില്ലാത്ത വ്യക്തി കൂടിയാണ്. അങ്ങനെ ഒരു സ്ത്രീ ഈ മരണത്തിന് ഒരാഴ്ച മുമ്പ് കേതലിന് 1 ലക്ഷം രൂപ നൽകിയതായി പ്രോസിക്യൂഷൻ പറഞ്ഞു. എന്നിട്ട് പോലും ഒരു കരുണയും ഇല്ലാതെ ആ സ്ത്രീയെയും വധിക്കാൻ തയ്യാറായി. അപ്പോൾ ലെവലേശം മാനസാന്തരമോ കരുണയോ ഇല്ലാത്ത പ്രതിയാണ് കേതൽ എന്നാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടുമ്പോൾ ഇന്ന് വിധി പ്രതീക്ഷിക്കാമോ, അതോ മറ്റൊരു ദിവസത്തേക്ക് ശിക്ഷാവിധി മാറ്റാനാണോ സാധ്യത? ഇന്നിപ്പോൾ പ്രോസിക്യൂഷന്റെ വാദമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം പ്രതിഭാഗം വാദം കൂടിയുണ്ട് ശിക്ഷയിന്മേൽ. പരമാവധി ഈ മാനസാന്തരത്തിനുള്ള അവസരം നൽകണം, അതിനൊപ്പം തന്നെ പ്രതിയുടെ പ്രായം പരിഗണിക്കണം എന്നൊക്കെയുള്ള വാദമാകും പ്രതിഭാഗം ഉന്നയിക്കാൻ പോകുന്നത്. ആ വാദം കൂടി കേട്ട ശേഷമാകും ശിക്ഷ എപ്പോഴെന്ന് കോടതി തീരുമാനിക്കുക. ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമോ അതല്ലെങ്കിൽ നാളെയോ ആകും ശിക്ഷാവിധി ഉണ്ടാവുക. പ്രതീക്ഷ. ശരി, എന്തായാലും പ്രോസിക്യൂഷന്റെ വാദം ഇപ്പോൾ നടക്കുന്നു. മാനസാന്തരം ഉണ്ടാകും, പ്രായം പരിഗണിക്കുന്നതൊക്കെയാണ് പ്രതിഭാഗം പറയുന്നത്.